ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ് പഠിച്ചെല്ലാവരും? ഇന്നെന്താ കുറച്ച് പേരെ ജോയിൻ ചെയ്തിട്ടുള്ളല്ലോ? എനിക്ക് അലീന 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 റെസ്പോണ്ട്. ഓക്കെ, ബ്ലഡിലെ കോൺസ്റ്റിറ്റ്യൂവൻസും അതിൽ പാത്തോളജിയും പറ. എന്താണ് പോളിസൈത്തീമിയ? വാട്ട് യു മീൻ ബൈ പോളിസൈത്തീമിയ? ഓക്കെ 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 ഓക്കെ. എന്താണ് അഡിസൺസ് ഡിസീസ്? ഓക്കെ, അലീന മ്യൂട്ട് ചെയ്തോ. ഹുസ്ന കണ്ടിന്യൂ ചെയ്യാം. ഹുസ്ന ഓക്കെ 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 മ്യൂട്ട് ചെയ്തോ. സോന കണ്ടിന്യൂ ചെയ്യാം. സോന ഓക്കെ, കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ ഹുസ്ന ഓക്കെ. ഷിഹാന 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 ഇന്നലെ ക്ലാസ്സിലില്ലായിരുന്നോ? ഇതിന് മുൻപേ ഉള്ള കിട്ടിയിരുന്നോ? 2 ക്ലാസ് ഇട്ടിട്ടുണ്ടല്ലോ. ഇല്ലല്ലോ ഷിഹാന, 2 ക്ലാസ് ഇട്ടിട്ടുണ്ടല്ലോ. അത് നിങ്ങൾക്ക് കിട്ടിയായിരുന്നു 2 ക്ലാസ്സും? 2 സെക്ഷൻ ആയിട്ടാണ് കിട്ടിയ സാന. ഓക്കെ, 2 ക്ലാസ്സും 2 സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഓക്കെ, അതായത് ആദ്യത്തെ ഹാഫ് ആൻ അവറും അത് കഴിഞ്ഞിട്ടുള്ള ഹാഫ് ആൻ അവറും. ഓക്കെ 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 എങ്കിൽ യൂറിൻ പാരം. ഓക്കെ ഓക്കെ അതുല്യ ഓക്കെ, കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ
ഓക്കെ. റിസാന കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ. അനൂറിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ. 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 നിഷാന കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ. ഓക്കെ, ഗുഡ്. ഓക്കെ, ഇത്രയാണ് ഇന്നലെ നമ്മൾ പഠിച്ചത്. നെക്സ്റ്റ് ഹെഡിങ് കൊടുക്കാം. അബ്നോർമൽ കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് യൂറിൻ ആൻഡ് ദെയർ സിഗ്നിഫിക്കൻസ് ഇൻ ഡിസീസ്. അടുത്ത ഹെഡിങ് കൊടുക്കാം. അബ്നോർമൽ കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് യൂറിൻ ആൻഡ് ദെയർ സിഗ്നിഫിക്കൻസ് ഇൻ ഡിസീസസ്. ഓക്കെ, അതായത് യൂറിനുള്ള അബ്നോർമൽ ആയിട്ടുള്ള ഘടകങ്ങളും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻസ് ഒക്കെയാണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ. In that, abnormal constituents most commonly found in urine are protein, glucose, acetone, and bile salt, etc. ഒന്നുകൂടി പറയാം. Abnormal constituents most commonly found in urine are protein, glucose, acetone, and bile salt, etc. അതായത് യൂറിനിൽ കാണപ്പെടുന്ന കോമൺ ആയിട്ട് കാണപ്പെടുന്ന അബ്നോർമൽ ആയിട്ടുള്ള ഘടകങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോട്ടീൻ, ഗ്ലൂക്കോസ്, അസറ്റോൺ, അതുപോലെ തന്നെ ബൈൽ സാൾട്ട്. ഇതൊക്കെയാണ് അബ്നോർമൽ ആയിട്ട് അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ. ക്ലിയർ? ക്ലിയർ ആയോ? ഓക്കെ. ഓക്കെ, നെക്സ്റ്റ് അടുത്തൊരു പോയിന്റ് ആയിട്ട് എഴുതാം. The conditions include ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻസ് ആണ് ഇനി പറയാൻ പോകുന്നത്. ഇൻ ദാറ്റ് ഫസ്റ്റ് വൺ പ്രോട്ടീൻയൂറിയ. ഒന്നാമത്തെ കണ്ടീഷൻ പ്രോട്ടീൻയൂറിയ. In that definition, proteinuria is the presence of excess proteins in the urine. Proteinuria is the presence of excess proteins in the urine. Okay, അതായത് യൂറിനിൽ പ്രോട്ടീൻ്റെ അളവ് കൂടുന്ന ഒരു കണ്ടീഷനെയാണ് പ്രോട്ടീൻയൂറിയ എന്ന് വിളിക്കുന്നത്. Okay, ഒന്നാമത്തെ കണ്ടീഷൻ പ്രോട്ടീൻയൂറിയ. In that, proteinuria is the presence of excess proteins in the urine. യൂറിനിൽ പ്രോട്ടീൻ്റെ അളവ് അധികമായിട്ട് കാണപ്പെടുന്ന ഒരു കണ്ടീഷനെയാണ് പ്രോട്ടീൻയൂറിയ എന്ന് വിളിക്കുന്നത്. Okay, then second one hematuria. അടുത്ത കണ്ടീഷൻ hematuria. Okay, in that hematuria is defined as the presence of blood in the urine. Hematuria is defined as the presence of blood in the urine. Okay, അതായത് യൂറിനിൽ ബ്ലഡിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ ആ ഒരു കണ്ടീഷനെയാണ് ഹെമച്യൂറിയ എന്ന് വിളിക്കുന്നത്. Okay, അതായത് presence of blood in the urine. Then next മൂന്നാമത്തെ കണ്ടീഷൻ pyuria. Okay, in that pyuria is the condition of urine containing WBC or pus. ഈ pyuria എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂറിനിൽ WBC മീൻസ് വൈറ്റ് ബ്ലഡ് സെൽ അല്ലെങ്കിൽ പസ് അടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെയാണ് pyuria എന്ന് വിളിക്കുന്നത്. Okay, എന്നിട്ട് പറയാം pyuria is the condition of urine containing WBC or pus. Then fourth condition glucosuria. Okay, the term glucosuria or glycosuria indicates the presence of glucose in the urine. Okay, glucosuria അല്ലെങ്കിൽ glycosuria. Okay, അതായത് യൂറിനിൽ
ഗ്ലൂക്കോസിന്റെ അളവുണ്ടെങ്കിൽ, ഒരു ഗ്ലൂക്കോസിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ അതിനെയാണ് ഗ്ലൂക്കോസൂറിയ അല്ലെങ്കിൽ ഗ്ലൈക്കോസൂറിയ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഗ്ലൂക്കോസിന്റെ പ്രസൻസ് യൂറിനിൽ ഉണ്ടെങ്കിൽ അതിനെയാണ് ഗ്ലൂക്കോസൂറിയ എന്ന് പറയുന്നത്. ഇത്രയും കണ്ടീഷൻസ് ആണ് വരുന്നത്. ഒന്നുകൂടി പറയാം. അബ്നോർമൽ കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് യൂറിൻ ആൻഡ് ദെയർ സിഗ്നിഫിക്കൻസ് ഇൻ ഡിസീസസ് ആണ് പറയുന്നത്. ഇൻ ദാറ്റ് അബ്നോർമൽ ആയിട്ടുള്ള, അതായത് യൂറിനിൽ അബ്നോർമൽ ആയിട്ട് കാണപ്പെടുന്ന ഘടകങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോട്ടീൻ, ഗ്ലൂക്കോസ്, അസറ്റോണ്, ബൈൽ സാൾട്ട്. ഓക്കെ, ഇതൊക്കെയാണ് അബ്നോർമൽ ആയിട്ട് കാണപ്പെടുന്ന ഘടകങ്ങൾ. ഓക്കെ, അതുകൂടാതെ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻസ് ആണ് അടുത്തതായിട്ട് പറഞ്ഞിരിക്കുന്നത്. ദ കണ്ടീഷൻസ് ഇൻക്ലൂഡ്, 4 കണ്ടീഷൻസ് ആണ് പ്രധാനമായിട്ടും വരുന്നത്. പ്രോട്ടീനൂറിയ, ഹെമറ്റൂറിയ, പയൂറിയ ആൻഡ് ഗ്ലൂക്കോസ്യൂറിയ. ഓക്കെ, പ്രോട്ടീനൂറിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോട്ടീനൂറിയ is the presence of excess proteins in the urine. Then hematuria എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ is defined as the presence of blood in the urine. Then pyuria എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ pyuria is the condition of urine containing WBC or pus. Then last one, glucosuria. The term glucosuria or glycosuria indicates the presence of glucose in the urine. Is it clear? എല്ലാവർക്കും ക്ലിയർ ആയോ? ഓക്കെ ഓക്കെ, നെക്സ്റ്റ് ഹെഡിങ് കൊടുക്കാം. നെക്സ്റ്റ് ഹെഡിങ് എറിത്രോസൈറ്റ്സ്, abnormal cells and their significance. അടുത്ത ഹെഡിങ് എറിത്രോസൈറ്റ്സ്, abnormal cells and their significance. Okay, in that subheading കൊടുക്കുക erythrocytes. Subheading erythrocytes. Erythrocytes in bracket RBC. In bracket RBC means red blood cell ആണ്. ഓക്കെ, എറിത്രോസൈറ്റ്സിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ആ ഒരു കോളത്തിൽ പഠിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ അനാട്ടമിയിൽ പഠിച്ചതാണ്. ആ കോളം നോക്കുക. ഇവിടെ ജസ്റ്റ് ഞാനൊരു ഡെഫിനിഷൻ തരാം. ഓക്കെ, ഡീറ്റെയിൽഡ് ആയിട്ട് ആ കോളത്തിൽ പഠിച്ചിട്ടുണ്ട്. ആ കോളംസ് പഠിക്കുക, RBCന്റെ കോളംസ് പഠിക്കുക. ഇവിടെ ജസ്റ്റ് ഒരു ഡെഫിനിഷൻ തരാം. In that a cell that contains hemoglobin and can carry O2 to the body, also called RBC. The reddish color is due to the hemoglobin. Full stop. The RBC is typically a biconcave disc without a nucleus. Okay, അതായത് എറിത്രോസൈറ്റിലാണ് എന്തടങ്ങിയിരിക്കുന്നത്? ഹീമോഗ്ലോബിൻ അടങ്ങിയിരിക്കുന്നത്, HB അടങ്ങിയിരിക്കുന്നത് ഈ എറിത്രോസൈറ്റ്സ് അല്ലെങ്കിൽ RBCയിലാണ്. ഓക്കെ, ഇതാണ് ഓക്സിജനെ ക്യാരി ചെയ്യാൻ സഹായിക്കുന്നത്, മീൻസ് ഓക്സിജനെ വഹിച്ചുകൊണ്ട് പോകാൻ സഹായിക്കുന്നത്. ഈ എറിത്രോസൈറ്റ്സിനെ തന്നെ വിളിക്കുന്ന വേറൊരു പേരാണ് RBC, റെഡ് ബ്ലഡ് സെല്ല്. ഓക്കെ, ഈ റെഡിഷ് കളറിന് കാരണമായിട്ടുള്ളത്, RBCന്റെ റെഡ് കളറിന് കാരണമായിട്ടുള്ളത് ഈ ഹീമോഗ്ലോബിൻ ആണ്. Then RBC is typically a biconcave disc. ഓക്കെ, അതിന്റെ ഒരു ഷേപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബൈകോൺകേവ് ഡിസ്കിന്റെ ഒരു ഷേപ്പ് ആണ്. ഓക്കെ, ദെൻ വിത്തൗട്ട് എ ന്യൂക്ലിയസ്. ഇതിൽ ന്യൂക്ലിയസ് കാണപ്പെടുന്നില്ല. ക്ലിയർ ആയോ? ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. ഇസ് ഇറ്റ് ക്ലിയർ? ഇങ്ങോട്ട് പറയണം. ഓക്കെ, ഇതിന്റെ ലൈഫ് സ്പാൻ, അതുപോലെ തന്നെ ഫങ്ഷൻസ്, അതൊക്കെ ആ കോളംസിൽ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. ഓക്കെ, അതായത് ബ്ലഡ് കോൺസ്റ്റിറ്റ്യൂവൻസിൽ ഓൾറെഡി WBC, അതുപോലെ തന്നെ RBC അങ്ങനെ പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ട്. ആ കോളംസ് പഠിക്കാം. ആ 4 കോളംസ് കറക്റ്റ് ആയിട്ട് പഠിക്കാം. ഇവിടെ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ. A cell that contains hemoglobin and can carry O2 to the body, also called RBC. Then full stop. The reddish color is due to the hemoglobin. Full stop. RBC is typically a biconcave disc without a nucleus. അതായത് ഈ എറിത്രോസൈറ്റ്സിലാണ് ഹീമോഗ്ലോബിൻ അടങ്ങിയിരിക്കുന്നത്. ഈ ഹീമോഗ്ലോബിൻ ആണ് ഓക്സിജനെ വഹിക്കുന്നത്. ദെൻ ഇതിനെ തന്നെ വിളിക്കുന്ന വേറൊരു പേരാണ് RBC. ദെൻ ഈ റെഡ് കളറിന് കാരണമായിട്ടുള്ളത് ഹീമോഗ്ലോബിന്റെ പ്രസൻസ് ആണ്. ഓക്കെ, RBCന്റെ ഒരു ഷേപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബൈകോൺകേവ് ഡിസ്കിന്റെ ഷേപ്പ് ആണ്. ഓക്കെ, ഇതിൽ ന്യൂക്ലിയസ് ഇല്ല. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ? ഓക്കെ, ദെൻ അടുത്ത പോയിന്റ് ആയിട്ട് എഴുതാം കണ്ടീഷൻസ് ഇൻക്ലൂഡ്. കണ്ടീഷൻസ് ഇൻക്ലൂഡ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട കണ്ടീഷൻസ് ആണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, ഇൻ ദാറ്റ് ഫസ്റ്റ് വൺ അനീമിയ. അനീമിയ ഒന്നാമത്തെ കണ്ടീഷൻ, അനീമിയ. ഓക്കെ, ഓൾറെഡി പഠിച്ചതാണ് അനീമിയ. ആരെങ്കിലും ഡെഫിനിഷൻ പറയാം.
Anyone give definition? സോന, ബ്ലഡ് കൗണ്ട് കുറയുന്നത് ഡെഫിനിഷൻ കറക്റ്റ് ആയിട്ട് നമ്മൾ അനാട്ടമിയിൽ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. ഓക്കെ, ബ്ലഡ് കൗണ്ട് കുറയുന്നത്. RBC കുറയുന്നത്. ആർക്കാരും കറക്റ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻ അറിയോ? HBന്റെ അളവ് കുറയുന്നത്. ഓക്കെ, കറക്റ്റ് ആണ്. കറക്റ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻ ഒക്കെ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. ഓക്കെ, നിങ്ങൾ എക്സാമിന് എന്ത് ചെയ്യുക, ഡെഫിനിഷൻ കറക്റ്റ് ആയിട്ട് എഴുതാം. നിങ്ങൾ പറഞ്ഞതെല്ലാം ശരിയാണ്. ഓക്കെ, ദാറ്റ് അനീമിയ, ജസ്റ്റ് ഇവിടെ പറയാം, അനീമിയ ഈസ് എ വൺ ടൈപ്പ് ഓഫ് RBC ഡിസോർഡർ. ഓക്കെ, അനീമിയ ഈസ് എ വൺ ടൈപ്പ് ഓഫ് RBC ഡിസോർഡർ. ഫുൾ സ്റ്റോപ്പ്. There are many types of anemia. ഓക്കെ, അനീമിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ RBC ആയിട്ട് ബന്ധപ്പെട്ട ഒരു ഡിസോർഡർ ആണ്. ഓക്കെ, ഇതിന് ഒരുപാട് ടൈപ്സ് ഉണ്ട്. ഇനി ആ ടൈപ്സ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അനീമിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ RBC ഡിസോർഡർ ആണ്. ഇതിൽ ഒരുപാട് ടൈപ്സ് വരുന്നുണ്ട്. ഓക്കെ, അതിൽ ഒന്നാമത്തെ ടൈപ്പ്, ഫസ്റ്റ് വൺ, അയൺ ഡെഫിഷ്യൻസി അനീമിയ. അയൺ ഡെഫിഷ്യൻസി അനീമിയ. ഓക്കെ, എന്താന്ന് നോക്കാം. Iron deficiency anemia occurs when the body does not have enough iron, may feel tired and short of breath because of the RBC are not carrying enough O2 to the lungs. Okay, അതായത് അയൺ ഡെഫിഷ്യൻസി അനീമിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോഡിയിൽ അയണിന്റെ അളവ് മതിയായ മീൻസ് കറക്റ്റ് ആയിട്ടുള്ള അയണിന്റെ അളവ് കുറയുന്നത് അല്ലെങ്കിൽ ഇല്ലാത്ത ഒരു കണ്ടീഷനാണ്. ഓക്കെ, ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾക്ക് എന്താണ് ഫീലിംഗ് ടയേർഡ് ആൻഡ് ബ്രീത്ത് മീൻസ് എന്താ പറയാ ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത് ഒക്കെ ഫീൽ ചെയ്യും. ഓക്കെ, ദെൻ RBCs ആർ നോട്ട് ക്യാരിങ് എനഫ് O2 ടു ദി ലങ്സ്. ഈ അയൺ ഡെഫിഷ്യൻസി അനീമിയക്ക് എക്സാക്ട് ആയിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, RBC എന്താണ് കറക്റ്റ് ആയിട്ട് ഓക്സിജനെ ലങ്സിലോട്ട് പാസ് ചെയ്യാൻ സഹായിക്കില്ല. ഓക്കെ, കറക്റ്റ് ആയിട്ട് O2 കൊണ്ടുപോകില്ല അല്ലെങ്കിൽ വഹിക്കത്തില്ല. അതുകൊണ്ടാണ് ഈ ഒരു കണ്ടീഷൻ വരുന്നത്. ഓക്കെ, അതിന്റെ ഭാഗമായിട്ട് എന്താണ് നമുക്ക് ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത് എല്ലാം അനുഭവപ്പെടും. ഓക്കെ, എന്നിട്ട് പറയാം, അയൺ ഡെഫിഷ്യൻസി അനീമിയ. In that iron deficiency anemia occurs when the body does not have enough iron, then may feel tired and shortness of breath because of the RBCs are not carrying enough O2 to the lungs. ഓക്കെ, അതായത് അയൺ ഡെഫിഷ്യൻസി അനീമിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോഡിയിൽ അയൺസ് കറക്റ്റ് ആയിട്ട് ഉണ്ടാവാത്ത ഒരു കണ്ടീഷൻ. ഓക്കെ, മീൻസ് കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ RBC എന്താണ് ഓക്സിജനെ കറക്റ്റ് ആയിട്ട് ലങ്സിലോട്ട് കൊണ്ടുപോകത്തില്ല, വഹിച്ചുകൊണ്ട് പോകത്തില്ല. ഓക്കെ, അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത് എല്ലാം അനുഭവപ്പെടും. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആയോ? ഓക്കെ, ദെൻ സെക്കൻഡ് വൺ, അടുത്ത ടൈപ്പ്, പെർനീഷ്യസ് അനീമിയ. Pernicious anemia. Okay, in that pernicious anemia is an autoimmune condition in which the body is unable to absorb sufficient amount of vitamin B12. This results in a low number of RBCs. Okay, അതായത് pernicious anemia എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു autoimmune condition ആണ്. Okay, അതായത് വിറ്റാമിൻ B12 കറക്റ്റ് ആയിട്ട് ബോഡി ആഗിരണം ചെയ്യാത്ത ആ ഒരു കണ്ടീഷനാണ്. ദെൻ ഇതിന് കാരണമായിട്ടുള്ളത് എന്താണ്, RBCs എന്താകും, ലോ നമ്പർ ഓഫ് RBCs ആണ് കാരണം. ഓക്കെ, RBCsന്റെ എണ്ണം കുറയുന്നതാണ് ഇതിന് ഒരു കാരണം. എന്നിട്ട് പറയാം, പെർനീഷ്യസ് അനീമിയ ഈസ് ആൻ ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻ ഇൻ വിച്ച് ദ ബോഡി ഈസ് അൺഎബിൾ ടു അബ്സോർബ് സഫിഷ്യന്റ് എമൗണ്ട് ഓഫ് വിറ്റാമിൻ B12. അതായത് വിറ്റാമിൻ B12 കറക്റ്റ് ആയിട്ട് ബോഡി ആഗിരണം ചെയ്യാത്ത ഒരു കണ്ടീഷനാണിത്. ഓക്കെ, ഇതിന്റെ റിസൾട്ട് ആയിട്ട് എന്താണ്, RBCsന്റെ എണ്ണം കുറയും, ലോ നമ്പർ ഓഫ് RBCs. അതാണ് ഇതിന്റെ ഒരു കാരണമായിട്ട് ഉള്ളത്. Is it clear? Okay. Next, aplastic anemia. Third one, aplastic anemia. Okay, in that aplastic anemia is a rare but serious condition in which the bone marrow stops making enough new blood cells. Full stop. May feel tired and unable to fight off infections or uncontrolled bleeding. Okay, aplastic anemia എന്ന് പറഞ്ഞാൽ റയർ ആയിട്ടുള്ള കണ്ടീഷൻ ആണ്, മീൻസ് അപൂർവമായിട്ട് കാണപ്പെടുന്ന ഒരു കണ്ടീഷൻ ആണ് aplastic anemia.
ഓക്കെ, അതായത് ഇത് പ്രധാനമായിട്ടും അഫക്ട് ചെയ്യുന്നത് ബോൺ മാരോനെയാണ്, മീൻസ് മജ്ജേനെയാണ് ഇത് പ്രധാനമായിട്ടും അഫക്ട് ചെയ്യുന്നത്. ഓക്കെ, മജ്ജേനെ അഫക്ട് ചെയ്യുകയും എന്നിട്ട് എന്താണ് ബ്ലഡ് സെൽസിന്റെ പ്രൊഡക്ഷനെ എന്താക്കും, സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, ഓൾറെഡി എന്താണ് ഈ രക്തകോശങ്ങൾ പ്രൊഡ്യൂസ് ആകുന്നത് ബോൺ മാരോയിലാണ്. ബോൺ മാരോയാണ് രക്തകോശങ്ങൾ ഫോം ചെയ്യുന്ന സൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോൺ മാരോയാണ്. ബോൺ മാരോ എന്ന് പറഞ്ഞാൽ മജ്ജ. ഓക്കെ, ഈ മജ്ജ എന്താകും, ഈ പുതിയ സെൽസിനെ, പുതിയ രക്തകോശങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന ആ ഒരു പ്രോസസ്സിനെ സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, then may feel tired and unable to fight off infections or uncontrolled bleeding. അതിന്റെ ഭാഗമായിട്ട് ടയർഡ്നെസ് ഉണ്ടാകും. അതുപോലെ തന്നെ എന്താണ് ഇൻഫെക്ഷൻസിനെതിരെ പ്രവർത്തിക്കാനുള്ള ആ ഒരു കഴിവ് അല്ലെങ്കിൽ കപ്പാസിറ്റി എല്ലാം നഷ്ടമാകും. അതുകൂടാതെ തന്നെ അൺകൺട്രോൾഡ് ആയിട്ടുള്ള ബ്ലീഡിംഗ് ഉണ്ടാകും, മീൻസ് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ബ്ലീഡിങ്ങും ഉണ്ടാകും. എന്നിട്ട് പറയാം അപ്ലാസ്റ്റിക് അനീമിയ എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ റയർ ബട്ട് സീരിയസ് കണ്ടീഷൻ ഇൻ വിച്ച് ദി ബോൺ മാരോ സ്റ്റോപ്സ് മേക്കിംഗ് എനഫ് ന്യൂ ബ്ലഡ് സെൽസ്, മേ ഫീൽ ടയേർഡ് and unable to fight off infections or uncontrolled bleeding. പ്ലാസ്റ്റിക് അനീമിയ എന്ന് പറഞ്ഞാൽ റയർ ആയിട്ടുള്ള അപൂർവമായിട്ടുള്ള ഒരു കണ്ടീഷൻ ആണ്, ബട്ട് എന്താണ് സീരിയസ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആണ്. അതായത് ബോൺ മാരോയിലുള്ള രക്തകോശങ്ങൾ പുതുതായിട്ടുണ്ടാകുന്ന ആ ഒരു പ്രോസസ്സിനെ സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന്റെ ഭാഗമായിട്ട് ടയർഡ്നെസ് ഉണ്ടാകും. അതുപോലെ തന്നെ ഇൻഫെക്ഷൻസിനെതിരെ പ്രവർത്തിക്കാൻ പറ്റാത്ത കണ്ടീഷൻ വരും. അതുപോലെ തന്നെ അൺകൺട്രോൾഡ് ആയിട്ടുള്ള ബ്ലീഡിങ്ങും ഉണ്ടാകും. ഇസ് ഇറ്റ് ക്ലിയർ? Okay, then fourth one, നാലാമത്തെ ടൈപ്പ് autoimmune hemolytic anemia. Autoimmune hemolytic anemia, in bracket capital letters AHA. Autoimmune hemolytic anemia. Okay, എന്താന്ന് നോക്കാം. AHA causes the immune system to destroy the RBCs faster than the body can replace them. This results in persons having too few RBCs. അതായത് ഓട്ടോ ഇമ്മ്യൂൺ ഹീമോലൈറ്റിക് അനീമിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്മ്യൂൺ സിസ്റ്റം, ഇമ്മ്യൂൺ സിസ്റ്റത്തെയാണ് ഇത് ബാധിക്കുന്നത്. AHA causes the immune system. ഇമ്മ്യൂൺ സിസ്റ്റത്തെയാണ് ഈ ഒരു അനീമിയ ബാധിക്കുന്നത്. അതായത് ബോഡി എന്താണ് RBCസിനെ, നശിച്ചു പോകുന്ന RBCസിനെ എല്ലാം റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കും. അതിനേക്കാൾ ഫാസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യും, ഈ RBCസിനെ നശിപ്പിക്കുന്ന ഒരു പ്രോസസ് ആണ് ഉണ്ടാവുക ഈ ഒരു കണ്ടീഷനിൽ. നോർമലായിട്ട് RBCസിനെ ഡിസ്ട്രോയ് ചെയ്ത് മാറ്റുന്ന ഒരു പ്രക്രിയ ഉണ്ട്. അതിനേക്കാളും ഫാസ്റ്റ് ആയിട്ടുള്ള RBCനെ ഡിസ്ട്രക്ട് ചെയ്യുക അല്ലെങ്കിൽ നശിപ്പിച്ചു കളയുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് എന്താണ് വ്യക്തികളുടെ ബോഡിയിൽ എന്താകും, RBCസിന്റെ അളവ് വളരെ രീതിയിൽ കുറയും. എന്നിട്ട് പറയാം AHA causes the immune system to destroy the RBCs faster than the body can replace them. This results in persons having too few RBCs. അതായത് ഈ ഒരു കണ്ടീഷൻ പ്രധാനമായിട്ടും ബാധിക്കുന്നത് ഇമ്മ്യൂൺ സിസ്റ്റത്തെയാണ്. അതായത് ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ നോർമലായിട്ട് RBCസിനെ നശിപ്പിക്കുന്ന ഒരു പ്രക്രിയ ഉണ്ട്, നശിപ്പിച്ചിട്ട് അതിനെ മാറ്റുന്ന, അതിനേക്കാളും വേഗത്തിലായിരിക്കും ഈ ഒരു പ്രോസസ് ഈ ഒരു കണ്ടീഷനിൽ നടക്കുക. അതിനേക്കാൾ ഫാസ്റ്റ് ആയിട്ട് RBCന്റെ ഡിസ്ട്രക്ഷൻ നടക്കും. അങ്ങനെ എന്താണ് പേഴ്സൺസിന്റെ RBCസിന്റെ നമ്പേഴ്സ് കുറയും, വളരെ രീതിയിൽ കുറഞ്ഞു വരും. ക്ലിയർ ആയോ? ഒന്നുകൂടി പറയാം. AHA causes the immune system to destroy the RBCs faster than the body can replace them. This results in persons having too few RBCs. അതായത് AHA ഇമ്മ്യൂൺ സിസ്റ്റത്തെയാണ് ബാധിക്കുന്നത്. അതായത് RBCസിനെ നശിപ്പിക്കുന്ന ആ ഒരു ഡിസ്ട്രോയ് ചെയ്യുന്ന ആ ഒരു പ്രക്രിയ സാധാരണ ബോഡി ചെയ്യുന്നതിനേക്കാളും കൂടുതലായിട്ട് എന്താകും ഈ ഒരു കണ്ടീഷൻ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ കൂടുതൽ RBCs എന്താകും, ഡിസ്ട്രോയ് ആകും. നോർമൽ ആയിട്ട് ഒരു RBC ഡിസ്ട്രക്ഷൻ ഉണ്ട്, അതിൽ നിന്നും കൂടുതലായിട്ടുള്ള RBCന്റെ റീപ്ലേസ്മെന്റ് നടക്കും. അതുകൊണ്ട് തന്നെ എന്താണ് RBCs കുറയും. AHA എന്ന് പറഞ്ഞ കണ്ടീഷനിൽ RBCസിന്റെ അളവ് വളരെ കുറവായിരിക്കും. Is it clear? ഇത്രയാണ് അനീമിയ. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അടുത്ത കണ്ടീഷനിലോട്ട് പോകാം. ഷംന,
Busna. Okay, abnormal constituents of urine and conditions were. Okay. Glucosuria അല്ലെങ്കിൽ glycosuria. Okay. Okay, okay. Alina, the erythrocytes. Mm. Mm. Okay. 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 Shihana, iron deficiency anemia vara. Okay. Sona, pernicious anemia vara. Okay. Nishana, aplastic anemia. Mm. Okay, good. Adulya, autoimmune disease vara. Okay, good. Okay. ഇത്രയാണ് കണ്ടീഷൻസ്. ഇനി അടുത്തൊരു കണ്ടീഷൻ ഉണ്ട്, ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, ക്ലാസ് വൈൻഡപ്പ് ചെയ്യണം. താങ്ക് യു.